പക്ഷേ ചിലർക്ക് സ്ട്രോക്ക് ഒരു കാരണമില്ലാതും വരാം. അങ്ങനെയുള്ളപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിംറ്റംസ് ആണ് ബി ഫാസ്റ്റ്. പെട്ടെന്ന് ബാലൻസ് നഷ്ടമാകുക, പെട്ടെന്ന് കാഴ്ചശക്തി മങ്ങുക, മുഖം കൂടിപ്പോവുക, കൈ അല്ലെങ്കിൽ കാല് ബലക്കുറവുണ്ടാകുക, വർത്തമാനം കുറയുക. ഇതാണ് ബി ഫാസ്റ്റ് ലക്ഷണങ്ങൾ. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കണ്ടുനിന്നവരുടെ കണ്ണും മനസ്സും നിറച്ച് കിംസ് അൽഷിഫയിൽ ഒരുക്കിയ രോഗി സംഗമം. പക്ഷാഘാതം മൂലം മരണത്തോട് യുദ്ധം ചെയ്ത് ജയിച്ചവരും അവരുടെ കുടുംബാംഗങ്ങളും വേൾഡ് സ്ട്രോക്ക് ഡേയുടെ ഭാഗമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിലെ ഇന്റർവെൻഷണൽ യൂറോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ഒത്തുചേരലിൽ എത്തിയത് വേറിട്ട അനുഭവമായി മാറി. പക്ഷാഘാതം മൂലം ശരീരം തളർന്നോ, സംസാരശേഷി നഷ്ടപ്പെട്ടോ, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടോ, പരസഹായത്തോടുകൂടി കിംസ് അൽഷിഫയിലെത്തിയവർ പിന്നീട് ജീവനും ജീവിതവും അവസാനിക്കേണ്ടിടത്തുനിന്ന് കിംസ് അൽഷിഫ ഇന്റർവെൻഷണൽ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ വിദഗ്ധ ചികിത്സ ലഭിച്ച് ജീവിതം തിരികെ പിടിച്ച അനേകം മനുഷ്യർ. ഇത്തരത്തിൽ മരണത്തോട് മല്ലടിച്ച് പുതുജീവിതത്തിലേക്ക് കടന്നു വന്ന അനേകം രോഗികൾക്കും കുടുംബങ്ങൾക്കുമായാണ് വേൾഡ് സ്ട്രോക്ക് ഡേയുടെ ഭാഗമായി ഏവർക്കും ഒരുമിച്ച് ഒത്തുചേരാൻ അൽഷിഫ ആശുപത്രി അവസരമൊരുക്കിയത്. സെക്കൻഡുകൾക്കുള്ളിൽ ജീവന്റെ വിലയുള്ള പക്ഷാഘാത ചികിത്സയിൽ എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് ബന്ധപ്പെട്ടവരുടെ കടമയാണ്. അതിനെക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കാൻ, ചികിത്സയിലെ നൂതന വശങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹ്യ നിർവഹിച്ചു. 32 കൊല്ലക്കാലം ഇവിടെ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനും നിങ്ങളുള്ളത്. ഏകദേശം 28 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ആദ്യമായിട്ട് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈ ആശുപത്രിയിൽ രൂപം പ്രാപിക്കുന്നത്. അതിനുശേഷം 25 വർഷക്കാലമായി 24 മണിക്കൂറും എല്ലാ ആഴ്ചയിലും 365 ഡേയ്സും എന്ന പോലെ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സംഗീത് ചെറിയാൻ ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ന്യൂറോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ അതിൻ്റെ ഫലം അനുഭവിച്ച പല രോഗികളെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. പലപ്പോഴും ഇവിടുത്തെ റിവ്യൂകളിലും ഇവിടെയൊക്കെ വന്ന് നമ്മളോട് നേരിട്ടും പരോക്ഷമായും ഒക്കെ പറയാറുണ്ട്. ഒരുപക്ഷെ അത് ഡോക്ടർ സംഗീത് ചെറിയാൻ്റെ പ്രഭാവം കൊണ്ട് മാത്രമല്ല, അദ്ദേഹം കൃത്യമായ രീതിയിൽ രോഗികളെ ചികിത്സിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണത്. അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ ജോബിയുടെയും ഡോക്ടർ അരുണിൻ്റെയും കീഴിലിവിടെ നടക്കുകയാണ്. ഇവരെല്ലാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, എല്ലാ സങ്കീർണമായ ന്യൂറോ സർജിക്കൽ പ്രൊസീജിയേഴ്സും ചെയ്യാൻ കഴിവുള്ള ഡോക്ടർമാരാണ്. രോഗികളുടെ രോഗമറിഞ്ഞ് ഫലപ്രദമായ ചികിത്സ നൽകുന്നത് പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് അവർക്ക് വേണ്ട മാനസിക പിന്തുണ കൂടി നൽകേണ്ടത്. മരുന്നിനേക്കാൾ ഡോക്ടർ രോഗിക്ക് നൽകുന്ന സ്നേഹവും പിന്തുണയും അവരെ രോഗമുക്തരാക്കുന്നു. കിംസ് അൽഷിഫയിലെ ന്യൂറോളജി വിഭാഗത്തിലെ ഡോക്ടർമാരും മറ്റു ജീവനക്കാരും രോഗികൾക്ക് നൽകുന്ന ധൈര്യം കൂടിയുണ്ട് ഈ തിരിച്ചുവരവുകൾക്ക് പുറകിൽ. ചികിത്സയ്ക്ക് മുൻപും ശേഷവുമുള്ള അനുഭവങ്ങൾ രോഗികളും കുടുംബാംഗങ്ങളും പങ്കുവച്ചത് കണ്ടുനിന്നവരെ ഈറനണിയിച്ചു. പരിചയമുണ്ട്. എന്നാൽ ദൈവം എന്നെ ഇത്രത്തോടുകൂടി ചെല്ലുന്നൊരു സാക്ഷ്യം പറയാൻ മാത്രമല്ല, ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും, ഈ നേഴ്സുമാരായും ഡോക്ടർമാരായും എല്ലാവരും വേണ്ട ഐശ്വര്യം എല്ലാം വേണ്ടവരെ ശുശ്രൂഷിച്ചു. എനിക്ക് ഒരു ഇത്രത്തോളം നടത്തി ഇവിടെയുള്ള എല്ലാ ഡോക്ടർമാരും ഈ ഹോസ്പിറ്റലിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഡോക്ടർ ജിതിൻ മലിനോയ് ഡോക്ടറും ഇവിടുത്തെ നേഴ്സുമാര്, അതേമാതിരി ഫിസിയോതെറാപ്പിസ്റ്റ് തന്ന മനോധൈര്യത്തിലാണ് എന്നെ കാണാൻ വന്ന പലരും പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ ഇനി നീച്ച് നടക്കില്ല എന്നുള്ളത്. പക്ഷെ എന്തോ ദൈവത്തിന്റെ കാരുണ്യമോ ഡോക്ടറും അതേമാതിരി മറ്റുള്ളവരും തന്ന പ്രചോദനം എന്തോ അറിയില്ല, ഞാൻ പൂർണ്ണമായും എനിക്ക് എന്നെ ഏൽപ്പിക്കുന്ന എന്റെ സ്ഥാപനത്തിലുള്ള എല്ലാ ജോലികളും ഞാൻ ചെയ്യാറുണ്ട്. ഹസ്ബൻഡിനെ അവിടേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഡോക്ടറുടെ പ്രവർത്തനവും ആശ്വാസവാക്കുകളും അത് ഈ ബസ് സ്റ്റാൻഡ് പിന്നെ നമ്മൾ ചികിത്സിക്കുന്ന രോഗിയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാർ നിൽക്കുന്നില്ലല്ലോ. അപ്പൊ അവരുടെ ആ ഒരു മാനസിക വിഷമം
ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ എന്താണ് കേൾക്കുക എന്നുള്ള ആ ഒരു മാനസികാവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ അതെല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. ആ രോഗിക്ക് അസുഖം ഭേദപ്പെട്ട് വരുന്ന ആ ഒരു അവസ്ഥ അറിയുമ്പോഴുള്ള ആ ഒരു സന്തോഷം, ജിതിൻ ഡോക്ടറുടെ സമീപനങ്ങളും ആശ്വാസവാക്കുകളും എല്ലാം കൂടെ രണ്ടാമത്തെ പ്രാവശ്യം തിരിച്ചു പോയി 5ാമത്തെ ദിവസം പിന്നെയും ഛർദിയും ഒരു ഭാഗം വലുത് ഭാഗം തന്നെ ഒക്കെ കുഴഞ്ഞു പോയിരുന്നു. പെട്ടെന്ന് അവിടുന്ന് ആ സമയത്ത് തന്നെ എത്തിക്കാൻ കഴിഞ്ഞു. ഡോക്ടർ അവിടെ പിന്നെ ICUവിലാക്കി ചികിത്സ ചെയ്തു. പിന്നെ ഹാർട്ടിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ. അത് കണ്ടെത്തി. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും എല്ലാം കൂടി ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഇതേപോലെ തന്നെ ഡോക്ടർ അനുഭവത്തോടു കൂടി തന്നെ ബാംഗ്ലൂരു മൈസൂരൊക്കെ ടൂർ കഴിഞ്ഞ് ഹാപ്പി ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഇനി നടക്കാനാകില്ലെന്ന് വിധിയെഴുതിയവർ പോലും നടന്നു വന്നതും ന്യൂറോളജി വിഭാഗത്തിലെ ഓരോ ജീവനക്കാർക്കും അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയായി മാറുകയായിരുന്നു. ഹലോ, പിന്നെ എനിക്ക് സംസാരിക്കും കുറച്ച് പ്രശ്നമുണ്ട്, എന്നാലും പറയാം. ഞാൻ 1 വർഷമായി നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്താ കയ്യിൽ നിന്ന് ശരിയായിട്ടില്ല, സ്ഥിരമായിട്ട് മാറ്റമുണ്ട്. എനിക്ക് സാറിന് ഒരു എന്താ പറയാ, ഇങ്ങനെ നിൽക്കേണ്ട ആളില്ല ശരിക്ക്. അന്നത്തെ പ്രശ്നം ഉണ്ടായിരുന്നാണ്. 1 മാസത്തോളം ICUവിൽ കിടന്ന് ഞാൻ വിചാരിച്ചു നടക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ച്. എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇങ്ങനെയൊക്കെ ആയി തന്നു. ഒക്കെ എന്താ പറയാ, എനിക്ക് പറയാനറിയില്ല. പക്ഷാഘാതം വരാനുണ്ടാകുന്ന സാധ്യതകളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും കൺസൾട്ടന്റ് സ്ട്രോക്ക് ആൻഡ് ഇന്റർവെൻഷണൽ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് വിശദീകരിച്ചു. നമ്മൾ സ്ട്രോക്ക് പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും നോക്കേണ്ടത്, നമുക്ക് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക, അത് കണ്ടെത്തുക. അത് അങ്ങനെ ഒരു അൺകൺട്രോൾ ആണെങ്കിൽ ട്രീറ്റ് ചെയ്യുക. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ്, ഡ്രിങ്കിങ് അങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യുക. ഒരു ഹെൽത്തി ഡയറ്റ് കഴിക്കുക, ഒരു റെഗുലർ എക്സസൈസ് ചെയ്യുക. ഇത് വെച്ച് നമുക്കൊരു പരിധി വരെ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചിലർക്ക് സ്ട്രോക്ക് ഒരു കാരണമില്ലാതും വരാം. അങ്ങനെയുള്ളപ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യുന്ന സിംറ്റംസാണ് ബി ഫാസ്റ്റ്. പെട്ടെന്ന് ബാലൻസ് നഷ്ടമാകുക, പെട്ടെന്ന് കാഴ്ചശക്തി മങ്ങുക, മുഖം കൂടിപ്പോവുക, കൈ അല്ലെങ്കിൽ കാല് ബലക്കുറവുണ്ടാകുക, വർത്തമാനം കുറയുക. ഇതാണ് ബി ഫാസ്റ്റ് ലക്ഷണങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈമാണ്. ഈ ബി ഫാസ്റ്റ് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ, നിങ്ങൾ താമസിക്കുന്നതിന് അടുത്തുള്ള സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഏതാണെന്ന് തിരിച്ചറിയണം. ഉടനടി നമുക്ക് 2 ചികിത്സാ രീതികൾ ലഭ്യമാണ് ഈ സ്ട്രോക്കിന്, ബ്ലോക്കിനുള്ളത്. ഒന്ന് നമുക്കൊരു ഇഞ്ചക്ഷനാണ്, ഒരു മരുന്ന് കൊടുത്ത് നമുക്ക് ആ ബ്ലോക്ക് അലിയിക്കാൻ സാധിക്കും. എന്നാൽ കണ്ടനാടിയോ അല്ലെങ്കിൽ മെയിൻ രക്തക്കുഴൽ, കഴുത്തിലെ കണ്ടനാടി, കെരോട്ടിഡ് രക്തധമനി, തലയ്ക്കുള്ള മിഡിൽ സെബൽ ആർട്ടറി ആണെങ്കിൽ അലിയിച്ചു കിട്ടിയാലും ചിലപ്പോൾ തുറന്നു കിട്ടില്ല. അങ്ങനെയുള്ള കേസിന് നമുക്ക് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. കാത്ത് ലാബിൽ പോയി ഹാർട്ടിനെ ബ്ലോക്ക് വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ തലയ്ക്കുള്ളിൽ ആ ബ്ലോക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. അതാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി. ഈ 2 പുതിയ ചികിത്സാ രീതികളാണ് ഇപ്പോൾ സ്ട്രോക്കിന് ലഭ്യമായിട്ടുള്ളത്. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഷഫീഖ് ഉസ്മാൻ, ന്യൂറോ സർജന്മാരായ ഡോക്ടർ അരുൺ ബാബു ജോസഫ്, ഡോക്ടർ ജോബി ജോസ്, ഫിസിയാട്രിസ്റ്റ് ഡോക്ടർ ഷാഹിൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. ചടങ്ങിൽ കിംസ് അൽഷിഫ ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ KC പ്രിയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.